മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിന് വിരാമം. സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലേക്ക് തിരികെ എത്തുന്നു. ഏപ്രിലിൽ പ്രതീക്ഷിച്ച ഇരുവരുടെയും മടക്കയാത്രയാണ് ഇപ്പോൾ നേരത്തെയാക്കിയിരിക്കുന്നത്. 8 മാസം നീണ്ട കാത്തിരിപ്പിന് വിരാമം. ഒടുവിൽ ഭാരതവംശജയായ സുനിത വില്യംസും ബുച്ച് വിൽമോറും തിരികെ ഭൂമിയിലേക്ക്. ഇരുവരെയും മാർച്ച് 19-ന് തിരികെ എത്തിക്കുമെന്നാണ് ഏറ്റവും പുതിയ വിവരം. നാസ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇരുവരെയും ഏപ്രിലിൽ തിരിച്ചെത്തിക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ അതാണ് ഇപ്പോൾ നേരത്തെയാക്കിയിരിക്കുന്നത്. സ്പേസ് എക്സിന്റെ ക്രൂ 10 ദൗത്യത്തിനായുള്ള ഷെഡ്യൂളിലെ മാറ്റങ്ങളാണ് സുനിതയുടെ മടങ്ങിവരവിലും മാറ്റങ്ങളുണ്ടാക്കിയത്. ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത എന്ന റെക്കോർഡ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് സുനിത വില്യംസ് സ്വന്തമാക്കിയത്. മുൻപ് ഈ റെക്കോർഡ് സ്വന്തമാക്കിയ വനിത മുൻ ബഹിരാകാശ യാത്രികയായ പെഗ്ഗി വിൽസൺ ആയിരുന്നു. 10 ബഹിരാകാശ നടത്തങ്ങളിലായി 60 മണിക്കൂറും 21 മിനിറ്റും ചെലവഴിച്ചാണ് പെഗ്ഗി വിൽസൺ ഈ റെക്കോർഡ് സ്വന്തമാക്കിയിരുന്നത്. 62 മണിക്കൂറും 6 മിനിറ്റും സഞ്ചരിച്ചുകൊണ്ടാണ് സുനിത റെക്കോർഡ് സ്വന്തം പേരിലാക്കിയത്. കഴിഞ്ഞ ജൂൺ 5-നാണ് ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ ബഹിരാകാശ പേടകം വഴി സുനിത വില്യംസും ബുച്ച് വിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയത്. 10 ദിവസത്തിനുള്ളിൽ ഇരുവരും ഭൂമിയിലേക്ക് മടങ്ങാനായിരുന്നു പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ ഹീലിയം ചോർച്ച കാരണം യാത്രക്കാരില്ലാതെ സ്റ്റാർലൈനർ പേടകം ഭൂമിയിലേക്ക് തിരികെ എത്തിച്ചെങ്കിലും സുനിതയും വിൽമോറും ബഹിരാകാശ നിലയത്തിൽ തന്നെ തുടരുകയായിരുന്നു.